ഇങ്ങോട്ട് വരേണ്ടത്. അതേ സമയങ്ങളിൽ ഇങ്ങോട്ട് വരും, ഭയങ്കര തിരക്കുമായിരിക്കും. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ബ്ലോക്ക് തുടങ്ങും വണ്ടികൾ. ഒമാനികൾ എന്ന് വെച്ചാൽ ഒമാനികൾ മാത്രമല്ല, അറബികൾക്ക് ഇവിടെ ചെറും കുറ്റികളാണ്. അവർക്ക് ഈ ഒരു അറുപാത് കഴിഞ്ഞിട്ട് മെയിൻ സ്പോട്ടായതുകൊണ്ട് തന്നെ ഇവിടെയാണ് കുറേ സമയം അവിടെ ചെലവഴിക്കാറുള്ളത്. നമ്മൾ ഇൻഷാല്ലാ അവിടത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ മരങ്ങളൊക്കെ നല്ല പച്ച ഉതച്ച് എന്തൊരു ഭംഗിയായിരിക്കുന്നുണ്ട്. ആ കയറുന്ന ഭാഗത്തൊക്കെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവും. നല്ല നമ്മളെ പല വെള്ളച്ചാട്ടം, നാട്ടിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടവരുണ്ടാവും. അതുപോലത്തെ വെള്ളച്ചാട്ടം താഴത്ത് ഉണ്ടാകാറുണ്ട്. അത്രയും ഭംഗിയുള്ള ഇതിൻ്റെ മുകളിൽ നിന്നാണ് പോകുന്നത്. നമ്മളെ തേക്ക് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലപ്രവാഹമാണ് അതിങ്ങനെ താഴോട്ടേക്ക് പതിച്ച് കടലിലേക്ക് പോവുകയാണ്. ഇവിടെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ചെറിയ രൂപത്തിൽ തടാകങ്ങളൊക്കെ കാണാൻ കഴിയും. ബോട്ടിങ് സൗകര്യങ്ങളുണ്ട്, പിന്നെ സ്റ്റെപ്പായിട്ടുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ അതൊക്കെ കുറഞ്ഞുപോയി. ഇനി ഖരീഫ് സമയങ്ങളിലൊക്കെയാണ് വെള്ളം ഉണ്ടായാൽ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. ഇൻഷാല്ലാ പറ്റുന്ന രൂപത്തിൽ നേരത്തെ ഇവിടെ ഒരുപാട് ഫെസ്റ്റിവലുകൾ കണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ, കാർണിവൽ, അങ്ങനെയൊക്കെ, അതുപോലെ റോപ്പ്, അങ്ങനെ ഒരുപാട് കുട്ടികൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇൻഷാല്ലാ നമ്മളെ എന്തായാലും വന്ന സ്ഥിതിക്ക് വാതിൽ പോകാതെ പോയിട്ട് കാര്യം, നമ്മളെ സ്ഥലം മടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ചിലർ ചോദിക്കുമല്ലോ നിങ്ങളെന്താ വാതി പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ പറ്റുന്ന രൂപത്തിലൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. വരാൻ തന്നെ ബുദ്ധിമുട്ടായി. ചിലപ്പം നമ്മൾ ആ റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിന്നിട്ട് അവിടെ കണ്ടിട്ട് തിരിച്ചു പോക്കാനാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ബസ്സുകാരോട് പറയും രാവിലെ തന്നെ ഇറങ്ങണം എന്നുള്ളത്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടികളെ കൊണ്ടിങ്ങോട്ട്, കാരണം ഇത് ചുരമാണ്, ചെറിയ റോഡാണ്, ഒരുപാട് വണ്ടികൾ വരുന്ന, അതിൻ്റെ ഇടയിൽ ബസ് വന്ന സ്ഥലമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ 2-3 പ്രാവശ്യം ഈ നമ്മുടെ വലിയ പെരുന്നാളിന് രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി തിരക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് വിടാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല കാഴ്ചകളും കാണാറുണ്ട്. ഇൻഷാല്ലാ പറ്റുന്ന രൂപത്തിൽ ഇൻഷാല്ലാ കാഴ്ചകൾ കാണാം. വലതുഭാഗത്ത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സലാല വ്യൂ ഒക്കെ നമുക്ക് താക്ക ഭാഗങ്ങളിൽ, താക്ക എന്ന് പറയുന്ന പ്രദേശം ഞാൻ നേരത്തെ അത് പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. താക്ക എന്നുള്ള ഒരു ചെറിയൊരു പട്ടണമാണ്. അവിടെ ഉപജീവന മാർഗം മീൻപിടുത്താണ് അവിടുത്തെ ആളുകൾ. അപ്പോൾ മീൻപിടുത്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ പലരും ബിസിനസ്സും കാര്യങ്ങളും ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ താക്കാം നിർബാദ് എന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലും മീൻ പിടുത്തം കൊണ്ട് ആശ്രയിക്കുന്നവരായിരുന്നു അവിടുത്തെ സ്വദേശികൾ. ഈ ഒമാൻ മത്തി, അതുപോലെ ഷാരി, കുറേ പിന്നെ എന്താണ് വലിയ മീൻ, ടൂണയാണ്, ഒരുപാട് മീനുകളൊക്കെ കിട്ടുന്ന ഒരു. നിങ്ങളെ ഇടത് ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ നേരെ താഴേൽ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്.